ഈ പ്രാവശ്യത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നതെന്നല്ലേ. യെസ്, മറ്റൊന്നിനെക്കുറിച്ചല്ല, നെയിൽസിനെ കുറിച്ചുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം നെയിൽസിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേ ഞങ്ങളോ, ഞാൻ തന്നെയല്ലേ? യെസ്, ഞാൻ തന്നെയല്ല, എൻ്റെ ഫ്രണ്ട് എലിസബത്തും കൂടെ ഉണ്ടാകും. ഞാനും എലിസബത്തും കൂടി ഈ പ്രാവശ്യം നെയിൽസിൽ പോയപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ. കുറേ നാളായിട്ട് എലിസബത്തിനോട് പറയുന്നുണ്ട് നമ്മൾ ഒന്നിച്ച് പോയ ആ വീഡിയോ എന്ത് ഇതുവരെ ഇടാത്ത എന്നത് ചെറിയ കുറേ കാരണം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫൈനലി എന്നാൽ ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഞാനും എലിസബത്തും കൂടെ നെയിൽസിൽ പോയി. നമ്മുടെ അബുദാബി മോളിലാണ് ഞങ്ങൾ പോയത്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കിടാനുള്ള കളേഴ്സൊക്കെ അവർ നമ്മളെ കാണിക്കുന്നുണ്ടോ, കുറേ ഷെയ്ഡുകൾ. ഇത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് കേട്ടോ. കാരണം ഒത്തിരി കളർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഷെയ്ഡ്. ഇതിൽ ഏത് ഇടും എന്നുള്ള കൺഫ്യൂഷനാണ്. ഡാർക്ക് ഷെയ്ഡുണ്ട്, ലൈറ്റ് ഷെയ്ഡുണ്ട്, ന്യൂഡ് ഷെയ്ഡുണ്ട്. എന്നിട്ട് ഫൈനലി ഞാനുണ്ടല്ലോ ഏതെങ്കിലും ഒരു കൂതറ കളർ ഇടും. ഇതാണ് ശരിക്കും എനിക്ക് എപ്പോഴും സംഭവിക്കുന്നത്. ഈ പ്രാവശ്യം വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ അവർ കുറേ ഷെയ്ഡെല്ലാം കാണിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ കൈക്കൊരു കളറ്, കാലിന് വേറെ കളർ, അങ്ങനെയാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നെയിൽസിലൊക്കെ പോകുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ മാസവും ഒന്നും നെയിൽസിൽ പോയില്ലല്ലോ. ഒരു 3 മാസം കൂടുമ്പോൾ നെയിൽസിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. കാരണം ബിക്കോസ് നെയിൽസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഒന്നും അഫോർഡബിൾ അല്ലല്ലോ. പിന്നെ എല്ലാ മാസമൊന്നും ഞാൻ സലൂണിൽ പോകാറുമില്ല. അതിൻ്റെ കാരണം നെയിൽസിൽ പോകുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ സാധാരണ സലൂണിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ ഇക്വിപ്മെൻറ്റ്സ്, ഇവരുടെ സാധനങ്ങളൊക്കെ സ്റ്റെറൈൽ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് പെഡിക്യൂറും മാനിക്യൂറിനൊക്കെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ സ്റ്റെറൈലാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് വെൽ ട്രെയിൻഡ് സ്റ്റാഫാണ്. കാരണം അവരതിന് ട്രെയിനിങ് കിട്ടിയ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മെൻ്റലി ഹാപ്പിയാണ് അവിടെ പോകുമ്പോൾ. അതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പല പ്രാവശ്യം പല സലൂണുകൾ ഞാൻ മാറി പരീക്ഷിക്കാറുണ്ട്. എനിക്ക് കോഫിയൊക്കെ അവർ കൊണ്ടുവച്ച് ഞാൻ കുറേ വർത്താനം പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് പല സലൂണിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അവിടുത്തെ ചിലർ ട്രെയിൻഡ് സ്റ്റാഫല്ല. ഉദാഹരണത്തിന് ഒരു സലൂൺ ഞാനിങ്ങനെ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരുന്നപ്പം അവരോട് ഞാൻ ചോദിച്ചു നേരത്തെ എവിടെ വർക്ക് ചെയ്തത്. ആ പുള്ളിക്കാരത്തി ഉണ്ടോ? നേരത്തെ ഞാൻ SFC KFC പോലത്തെ എൻ്റെ സ്ഥലം കേട്ടോ, അവിടെ ഞാൻ വർക്ക് ചെയ്തതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ, ചിക്കൻ്റെ കൈയും കാലും വെട്ടി അതേ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എൻ്റെ നഖവും വെട്ടുന്നതെന്ന്. തമാശ പറഞ്ഞല്ലോ, കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ. പിന്നെ എനിക്ക് പല ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നെയിൽ സ്പായിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അവർ പലർക്കും പല കസ്റ്റമേഴ്സിനും യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മുടെ കാലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കൊരു പ്രാവശ്യം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഞാൻ വലിയ പരീക്ഷണങ്ങൾക്ക് നിന്ന് കൊടുക്കാറില്ല ചെറിയ സലൂണിൽ. അപ്പം പിന്നെ അതിനേക്കാളും ഭേദം നമ്മൾ വല്ലപ്പോഴൊക്കെ ഇച്ചിരി നല്ലയിടത്ത് പോകുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കുറച്ച് പേര് എനിക്ക് ഉറപ്പായിട്ടും കമൻറ്റ് കാശിൻ്റെ ഹുങ്ക്, അഹങ്കാരം, ആഡംബരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ജോലി ചെയ്യുമ്പം നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഞാൻ കാലേ കൊടുത്ത കളർ കേട്ടോ. ഫൈനലി ഈ കളറാണ് ഞാൻ പെഡിക്യൂർ ചെയ്തിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം കഴിഞ്ഞ് അവസാനം ഏതെങ്കിലും ഒരു കൂറ കളർ സെലക്ട് ചെയ്തു. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ലാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ. പിന്നെ കുഴപ്പമില്ല, കുറേ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ബില്ല് കണ്ട് വെള്ളം കുടിക്കുന്നതിന് പകരം അവർ ബില്ലൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവരുടെ സർവീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവരുടെ സർവീസിനെ കുറിച്ചല്ല. അപ്പോൾ ഈ ആൾക്കാരിപ്പോൾ എനിക്ക് കമ്പനിയിടുമോ കാശിൻ്റെ അഹങ്കാരം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജോലി ചെയ്യുമ്പം നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ ജീവിക്കണം അല്ലേ. അന്നാണ് എൻ്റെ ഒരു പോളിസി. കാരണം എന്നാണെന്നറിയോ, എന്നോട് ജോലി ചെയ്യുന്ന കുറേ പേരുണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ATM കാർഡിൻ്റെ കളർ പോലും അറിയാൻ മേലാതെ. ഞാൻ ആരെയും കളിയാക്കി പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ദേഷ്യം വരും. അങ്ങനെ ഞാൻ ആരെയും കളിയാക്കിയൊന്നുമല്ല. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഒക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണിത്. ഇതാണ് എലിസബത്തിൻ്റെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇതെൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെയും വീഡിയോ ഒന്നും ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഒരു പട്ടി ഷോ കാണുമല്ലോ, പെണ്ണുങ്ങളല്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പട്ടി ഷോയും ഞങ്ങളെ കുറച്ച് ഫോട്ടോയും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു. അപ്പം നിങ്ങളും ഇടയ്ക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, സലൂണിലൊക്കെ പോവുക. അതല്ലേ നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാനാണ് ഇഷ്ടമെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക. ഇത് കണ്ടിട്ട് കുറേ പേര് പറയും എൻ്റെ വീഡിയോ കുറേ പേരെയൊക്കെ വഴി തെറ്റിക്കുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ ചെറിയ സന്തോഷം. അപ്പോൾ എൻ്റെ കെട്ടിയവന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു. നിങ്ങളുടെ കെട്ടിയവന്മാർക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളും പോവുക. അത്രേ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ വീഡിയോ കൂടെ.
ഞാൻ പറഞ്ഞ് കാട് കയറിയെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, സാധാരണ നമ്മൾ സലൂണിലൊക്കെ പോകുമ്പോൾ അവിടെ ടിപ്പ് കൊടുക്കാറുണ്ട് അവർക്കല്ലേ, നമുക്ക് സർവീസ് ചെയ്യുന്നവർക്ക്. ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവർക്ക് നേരിട്ട് കൊടുക്കണ്ട, അവരുടെ എല്ലാം പേരിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പേരിൻ്റെ അകത്ത് കൊണ്ട് പേരെഴുതിയവർക്ക് കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള ടിപ്പ് ഇടാം. അപ്പോൾ നേരിട്ട് കൊടുക്കണ്ട, ആ സ്റ്റാഫിന് കിട്ടുകയും ചെയ്യും. കൊള്ളാം അല്ലേ? കൊള്ളാം, നല്ലൊരു ഐഡിയ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫൈനലി പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഞാൻ കുറേയൊക്കെ വർത്താനം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.